ഹലോ ഗൈസ്. അങ്ങനെ ഒരുപാട് നാളത്തെ അല്ലേ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം റിലീസായി. ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ പോയി കണ്ടു. എന്താ പറയാ, തംബ്നെയിൽ കണ്ട പോലെ തന്നെ എന്താ പറയാ, ആടുജീവിതം ബ്ലെസ്സി സാറിന്റെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷമായിരുന്നു അത് കാണണമല്ലേ. സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലായിരുന്നു. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അതുപോലെ തന്നെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആടുജീവിതം ഞാൻ വായിച്ചത്. വാവയോ? ഞാന് പഠിക്കുന്ന സമയത്ത് മീൻസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു വർഷം വായിച്ചു. പിന്നെ നമ്മൾ ഈ മൂവി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വായിച്ചു. എന്തായാലും ഒരു കാര്യം പറയാണല്ലേ, എന്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം, ഇനി വാവയ്ക്ക് അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇപ്പൊ ഞാൻ തംബ്നെയിൽ കൊടുത്ത പോലെ തന്നെ ആരും കാണരുത് എന്ന് പറയത്തില്ലേ. അതിന് കാരണം ഈ നോവൽ വായിച്ച ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിച്ചവര് ഈ സിനിമ വന്ന് കാണരുത്. കാരണം ആ രീതിയിലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്ത് ടർക്കി എന്ത് നോക്കട്ടെ, കാണുന്നില്ല. അല്ല, നീ വീട്ടിൽ നിന്ന് ഈ ടർക്കി എടുത്ത് ഞാൻ നോവല് വായിച്ചു കൊണ്ടുവന്നാണ് ഈ ടർക്കി. കരഞ്ഞിട്ട് എന്താ ഒത്തിരി പിഴിഞ്ഞ് കളയണമെന്ന് കണ്ണുനീര് അതിനു വേണ്ടി കൊണ്ടുവന്നതല്ലേ. എങ്ങനെയാണ് അഭിപ്രായം പറ? സത്യം പറഞ്ഞത് ഞാൻ തുറന്നു പറയാം, എന്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ശ്രീയേട്ടനായിട്ടുള്ള അഭിപ്രായം ശ്രീയേട്ടൻ പറയും. നോവല് വായിച്ചു കഴിഞ്ഞിട്ട് ഈ മൂവിക്ക് പോയി കഴിഞ്ഞാൽ സത്യം പറയില്ല, എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഫീല് കിട്ടിയില്ല എനിക്ക് സത്യം പറയാമല്ലോ. അതായത് നമുക്ക് നോവലിലുള്ള ഒരുപാട് നല്ല എലമെന്റ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ നല്ല എലമെന്റ്സ് ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് ടൈം ഈ മൂവി തുടങ്ങുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് കരഞ്ഞു പോണ സീനുകളുണ്ട്, ഭയങ്കര സെന്റായിട്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആ നോവലിൽ വായിച്ചിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഇതിൽ ചില എലമെന്റ്സ് ഒന്നും ഇതിലില്ല. കാരണം പൃഥ്വിരാജ്, അതായത് നമ്മൾ ഒരുപാട് സഹിക്കുന്ന പൃഥ്വിരാജിനെ നോവലിൽ കാണുന്നത് അല്ലേ. അവിടെ മരുഭൂമി പോയി ഒരുപാട് കഷ്ടപ്പെടുന്നത്, പക്ഷെ അത്രയും കഷ്ടപ്പാടിൽ കാണുന്നില്ല. അതെ, ഇപ്പൊ നമ്മൾ ആ നജീബിന്റെ കഥയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു കഷ്ടപ്പാടാണ്. അതായത് മലയാളീസ്, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഉള്ള കഷ്ടപ്പാടുണ്ടല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നവരുടെ, പക്ഷെ അത്രയും കഷ്ടപ്പാട് ഞാൻ അതിൽ കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ നോവലില് ഈ അർബാബ് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും അതുപോലെ ദേഷ്യമായിരിക്കും നമുക്ക് അർബാബിന്റെ അടുത്ത്. പക്ഷെ ഈ സിനിമയില് നമുക്ക് അങ്ങനെ നമുക്കൊരു നേരത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത്. എനിക്കങ്ങനെ തോന്നില്ല, ഒരുപാട് ക്രൂശിക്കുന്ന പോലെ ഇട്ട് കാണിക്കുന്നത് കാണുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് നമ്മുടെ പാട്ടില്ലേ പെരിയോൻ എന്ന പാട്ട്, ആ പാട്ടായിരുന്നല്ലേ, ആ പാട്ടുകൊണ്ടല്ലേ നമ്മൾ ഈ തിയേറ്ററിൽ എത്തിയത്. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോ കൂടെ ശ്രീയേട്ടനോട് വണ്ടി വരുന്നത് ആ പെരിയോൻ എന്ന പാട്ട് ഉണ്ടാണാവല്ലേ മൂവിയിൽ. അപ്പൊ ശ്രീയേട്ടൻ പറഞ്ഞു അതാ പാട്ടല്ല അതിന്റെ ഒരു സത്ത് എന്ന് പറയാണ്. അതായത് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് പറയാണ് ആ പാട്ട് വരുമ്പോ ശ്രീയേട്ടൻ എങ്ങനെ ഞാൻ തിയേറ്ററിൽ ഇരിക്കും, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അത് ആ സിനിമയിൽ അത് എവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു. ജസ്റ്റ് ആ ഫ്ലൂട്ടിന്റെ പോർഷൻ മാത്രമാണ് അത് യൂസ് ചെയ്തത്. പിന്നെ അത് ഭയങ്കര ഇതായി പോയി. പിന്നെ അതുപോലെ തന്നെ ആ നോവലെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ നോവൽ എത്രയോ മേളിലാണെന്നറിയോ, 10 മടങ്ങ് മേളിലാണ്. ഈ സിനിമയുടെ 10 മടങ്ങ് മേളിലാണ്. ഓരോ കാര്യങ്ങളും അതിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അറിയോ നോവലിൽ ഓരോന്നും അത്ര ഡീറ്റെയിൽ. പിന്നെ സിനിമയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത്ര ഈ 2.5 മണിക്കൂർ അല്ല 3 മണിക്കൂറും ഉണ്ട്. 11:30 കൊണ്ടുവരായിരുന്നല്ലോ. അതെ, ഒരുപാട് ഫീല് കൊണ്ടുവരായിരുന്നു. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ ആ ബോഡിയുടെ ചേഞ്ചിങ് അത് പക്കയാണ്. സമ്മതിച്ചേ പറ്റുള്ളൂ. പൃഥ്വിരാജിന്റെ ബോഡിയുടെ ചേഞ്ച് കണ്ട മൊത്തം ന്യൂഡായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഫുൾ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ എഫേർട്ടിനെ നമിച്ചു, അത് പറയാതിരിക്കാണ് ഭയങ്കരമായിട്ട്. പക്ഷെ അത്രയും കഷ്ടപ്പാടിനുള്ള ആ ഒരു സിനിമ ഉണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്. സത്യമായിട്ട് അത് ഞങ്ങൾ മനഃപൂർവ്വം ഈ മൂവിക്ക് വേണ്ടി നമ്മൾ കുറ്റം പറയുന്ന റിവ്യൂ എടുക്കാൻ വേണ്ടിട്ടല്ല. ഒരു നോവല് വായിച്ച ആൾക്കാർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പൊതുവെ എനിക്ക് ആ ഫീല് കിട്ടിയില്ല, ശ്രീയേട്ടനും കിട്ടിയില്ല എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുറ്റം പറയുന്ന ഇതല്ല കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ ഈ പടം ഇറങ്ങുന്നതിന്റെ ഇതിന്റെ ബ്ലെസ്സി സാർ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഇതിനകത്തെ പാട്ടുകൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്തെ ഷോർട്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം അതിനകത്തെ പാട്ടുകൾ ഞങ്ങൾ മാക്സിമം ആ സിനിമയുടെ ഒരു പ്രൊമോഷൻ പോലാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒത്തിരി പ്രൊമോഷൻ പോലെ നമ്മൾ അത് ചെയ്തായിരുന്നു. പക്ഷെ ഇത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സത്യമായി നിരാശയാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും അറിയോ? അതായത് ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടില്ലെങ്കിൽ, നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നല്ല അത്യാവശ്യം മേക്കിംഗ് ഒന്നും കുഴപ്പമൊന്നും പറഞ്ഞില്ല. പിന്നെ ആ ഒരു
ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസേർട്ടിലേക്ക് പോകത്തില്ല, ആ മരുഭൂമിയിലേക്കുള്ള ഒരു യാത്ര, അതാണ് ഇവർ കൂടുതൽ ഫോക്കസ് നൽകിയേക്കുന്നത് അല്ലേ. പിന്നെ ഈ 16 വർഷം ഇതിനു വേണ്ടി എടുത്തു എന്നുള്ള ആ ഒരു എഫേർട്ട് നമുക്കുണ്ടല്ലോ, ഒരു ഫീലിംഗ് വരില്ല. 16 വർഷം ഇതിനു വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി അനുഭവിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു 16 വർഷത്തിന്റെ ആ ഒരു എന്താണ് നമുക്കത് കിട്ടുന്നില്ല എനിക്ക്. അതൊന്ന്. രണ്ടാമത് ആ ഡിസേർട്ട്, ആ മരുഭൂമിയിലോടുള്ള ഇവരുടെ ഒരു യാത്രയാണ് കൂടുതൽ ഇതിനകത്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ സമയത്തുണ്ടല്ലോ ഇവരൊരു മ്യൂസിക് കൊടുക്കാത്തോണ്ട് നമുക്കൊരു ലാഗ് വരുന്ന പോലെ ഫീൽ ചെയ്യാം. സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ അതുപോലെ തന്നെ എ.ആർ. റഹ്മാൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ നോവലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് മസ്ര അല്ലേ, മസ്രയ്ക്കുള്ളിൽ മറ്റേ ആ പാമ്പ് വരുന്നതും അല്ലേ. പിന്നുണ്ടല്ലോ ഒരു ദിവസം ഈ മഴ പേടിയാണ് അർബാബിന്. അപ്പൊ ഒരു ദിവസം മഴ പെയ്തപ്പോ നജീബിനെ ആശ്രയിച്ചോണ്ട് പേടിച്ച് വരച്ചു വരച്ചിരിക്കുന്ന അവരന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ നോവൽ കുറെ ഉണ്ട്. അത് ആ ഭാഗമൊക്കെ നല്ല രസമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ. അതില്ല. പിന്നെ അതുപോലെ മസ്രയ്ക്കകത്ത് തന്നെ പാമ്പ് വരുന്നു, അന്നേരം ഇവനെ കൊണ്ട് കൊല്ലിക്കുന്നുണ്ട് ആ പാമ്പിനെ അർബാബ്. അപ്പൊ അങ്ങനത്തെ ആ സംഭവങ്ങളില്ല. പിന്നെ ആടുകളായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഏറ്റവും വരുമ്പോ ഒരു ആടുകളെ കൊഞ്ചിക്കുന്നതല്ല, ഈ ആടുകൾ വന്ന് നജീബിന് ഉമ്മ കൊടുക്കുന്നു. നോവലിനകത്ത് പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട് അതിലൊരു ആടായി മാറി, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യനല്ല ആടായിട്ട് മാറുകയാണ് നജീബ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു വികാരം നമ്മളിലേക്ക് കൊണ്ടുവരുന്നില്ല. ഈ ആടുകളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സംഭവം ഇല്ല. അതായത് സിനിമ തുടങ്ങുമ്പോഴേ കുറച്ച് ആടുകളെ മേയിച്ചോണ്ട് അങ്ങോട്ട് വന്ന് തിരിച്ചു വരുന്നു, അതോടെ അല്ലാതെ ഈ ആടുകളുമായിട്ട് അവരെ മറ്റേ ആ ഓരോ ആടുകൾക്ക് ഓരോ പേരിട്ട് വിളിക്കുക നോവലിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അതെന്നെ വെച്ചാൽ ആടുകളായുള്ള ബന്ധം കൊണ്ടുവരുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഒരു പിന്നെ എന്താ പറയാ സൈനായിട്ടുള്ള അവര് തമ്മിലുള്ള റൊമാൻസ് ഭയങ്കര അറ്റാച്ച്മെന്റ് കിട്ടുന്നില്ല അവര് തമ്മിലുള്ള. നമുക്കൊരു ഫീൽ കൊണ്ടുവരുന്നില്ല, അതാണ് അത്രേ ഉള്ളൂ. നമുക്കൊരു ഇപ്പൊ അതായത് ബ്ലെസ് സാറിന്റെ ഭ്രമരം, തന്മാത്ര, പളുങ്ക്, ഇതൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലങ്ങ് വിങ്ങി പൊട്ടുമല്ലോ, ഇറങ്ങുമ്പോഴൊക്കെ കരഞ്ഞടിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം കിട്ടില്ല. കാരണം ആ നോവൽ വായിച്ചോണ്ടാണോ അറിയില്ല. ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇപ്പൊ ഞങ്ങളൊരു കുറ്റം പറയുമല്ല കേട്ടോ. അപ്പൊ ആ നോവൽ വായിച്ചിട്ട് വന്നോണ്ടാണോ ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താ വെച്ചാല് പൃഥ്വിരാജിന്റെ എഫേർട്ട്, അതൊരു രക്ഷയില്ല, പക്കയാണ്. പിന്നെ എന്നാ പറയാ, നമുക്ക് ആ ഷൂട്ടിംഗ് എന്താ പറയാ അത് കൊച്ചിനെ അറിയത്തില്ലായിരിക്കും, ഭാവിക്ക് അറിയത്തില്ലായിരിക്കും. നമുക്ക് ഒരു എന്താ പറയാ ചാനൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് അറിയാം. ആ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ത്യാഗം സഹിച്ചതാണ് ഒരുപാട്. അതൊക്കെ കറക്റ്റ് ഉള്ളത് തന്നെയായിരിക്കും. പക്ഷെ അതിൽ ഈ എഫേർട്ടിനുള്ള ഒരു ഫലം അവിടെ കിട്ടിയോ എന്നുള്ളൊരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, നോവൽ വായിച്ചതാണ് മെയിൻ ആയിട്ട്. നോവല് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു. കാരണം പഠിച്ചോണ്ടിരുന്ന ടൈമിൽ കുറെ വായിച്ചിട്ടുണ്ട്, ഇത് കാണാൻ വേണ്ടിയിട്ടും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ തോന്നുന്നു ആ ഒരു ഫീല് കിട്ടാത്തത്. പിന്നെ നല്ലൊരു തടിയുള്ള പൃഥ്വിരാജിനെ ആദ്യം കാണാം. പിന്നെ ആ ഡ്രസ് വരുമ്പോൾ അതൊക്കെ പക്കയാണ് കേട്ടോ, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ആദ്യത്തെ ആ കേരളത്തിലെ കുറെ സീരീസ് കാണിച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ്. ആ പുഴയും അല്ലെ, ആ പച്ചപ്പും കാര്യങ്ങളും, പിന്നെ ആ മരുഭൂമിയുടെ ആ ഭീകരതയും, അതെല്ലാം നല്ലതാണ്. സാധാരണക്കാരുടെ ആ ജീവിതം, അതിന്റെ ആ ഒരു ചെറിയ ഭാഗത്ത് ഒരു കുറച്ച് റൊമാൻസ്, അതും നന്നായിട്ടുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആ ഒരു ഭീകര രൂപി എന്ന് പറയുന്ന ഒരാൾ മരിക്കത്തൊക്കെ ഇല്ലേ നോവലിനകത്തൊക്കെ, അവിടെയൊക്കെ ഭയങ്കര ഭീകരതയില്ല. നമുക്ക് അയാളുടെ കൈ കാണുന്നു അവിടുന്ന്, ഇത് മറ്റേ കഴുകന്മാര് കൊത്തിപ്പറിക്കുന്ന അങ്ങനെ കുറെ സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് അത്രമാത്രം വർക്ക്ഔട്ട് ആയോ എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതൊരു ബെസ്റ്റ് സർവൈവൽ മൂവി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ആ ഒരു സർവൈവലിന്റെ ഒരു, ഇപ്പൊ നമ്മള് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സർവൈവൽ ഓക്കെ, അതിനകത്ത് നമ്മൾ ആ ഗുഹയിൽ നിന്ന് കയറി, അപ്പൊ അതുപോലെ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവല്ല കേട്ടോ. എന്നാലും നമുക്ക് അതിനകത്ത് അതിന്റെ ആ മൂവിയുടെ ഒരു ഫീൽ, അതിന്റെ എന്താണ് സത്ത്, അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ പ്രവാസിയുടെ ഒരു കഷ്ടപ്പെടാൻ, അവൻ അവിടെ പോയി ആ ആടുജീവിതം അല്ലെ ആ ബസറയ്ക്കുള്ളിൽ അല്ലെ മസറ അവിടെ പോയി കഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു സംഭവം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. സത്യം പറയാലോ, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താ പറയാ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ എല്ലാരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ടിട്ട് നിങ്ങൾ നോക്കുക. കാരണം ഇപ്പൊ ഈ നോവല് വായിക്കാത്തവർക്ക് പുതിയൊരു അനുഭവമായിരിക്കും. അതെ, സത്യമായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, പുതിയൊരു അനുഭവമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ, അല്ലാത്തവർക്ക്. പിന്നെ എനിക്ക് പറയാനുണ്ട്, ഈ മൂവി എടുത്തേക്കുന്ന ഒരു രീതി ചില സമയത്ത്, അതായത് അതാ ഡിസേർട്ടിൽ വെച്ച കാരണം വേറൊന്നും അല്ല ഭാവി. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല, മനസ്സിലായോ? മൊത്തം മണ്ണ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു ഫ്രെയിം വെച്ച് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ, ഇപ്പൊ ചില സിനിമകളിൽ കളർഫുള്ളിന് വേണ്ടിയൊക്കെ ഓരോന്നൊക്കെ ചെയ്യും. അപ്പൊ നമുക്കൊരു സിനിമാറ്റിക് ടച്ച് അല്ലേ അതിനകത്തൊരു ഫീൽ കിട്ടി. ഇത് മരുഭൂമിയിൽ എന്ത് കാണിക്കാനും, എവിടെ നോക്കിയാലും ഈ ഡോക്യുമെന്ററി കാണുന്ന പോലെ ഒരു ചില ഫീലൊക്കെ ഉണ്ടാവുന്നുണ്ട് സത്യം പറഞ്ഞു. എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ പോയി കാണും, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കേൾക്കണല്ലോ, എല്ലാവരും എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അപ്പൊ
എന്തായാലും ഇതാണ് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, പൃഥ്വിരാജ് നിരാശപ്പെടുത്തിയെന്ന് ഞാൻ തമ്മിൽ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ കേട്ടോ, അല്ലാതെ ശാരീരികമായിട്ടുള്ള എഫേർട്ട് അല്ല, ഇങ്ങനെ അഭിനയം നമ്മളൊന്നും കൂടെ എക്സ്പെക്ട് ചെയ്തതിലേറെ കുറച്ചുകൂടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വികാരത്തിനും അത്രമാത്രം. ആ പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മുടെ ഹക്കീമില്ലേ, ആ മരിക്കുന്ന സമയത്ത് കൂടുതൽ കുറെ ഇമോഷണലി നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം നോവലിലൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഒന്നാമത് ശ്രീയേട്ടൻ ഈ ഫീൽഡും കൂടിയാണ്, ഫിലിം ഫീൽഡും കൂടിയാണല്ലോ. ഇനിയിപ്പോ അവര് പോയി കാണാം. ശരി അല്ലേ, അല്ല അവർ എന്നെ കൂടെ പടം എടുപ്പിക്കുന്നു, ഈ പോയി കാണാ, ഈ പോയി സിനിമ ചെയ്യണമെന്നൊക്കെ പറയണേ. നമ്മളത് അതിന്റെ നാലിലൊന്നും ചെയ്യത്തില്ല. എന്നാലും നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കമന്റിൽ പറയട്ടോ.